നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് എന്താണ് GST ഇൻപുട്ട് ക്രെഡിറ്റ് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിൽ നമുക്ക് GST ഇൻപുട്ട് ക്രെഡിറ്റ് എങ്ങനെയാണ് ലഭിക്കുന്നത്, അതെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും അത് GST ആപ്ലിക്കബിൾ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ ആ സാധനത്തിൻ്റെ കൂടെ MRP എന്ന് പറയുന്നത് ടാക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മളെ ബില്ലിൽ നോക്കിയാൽ നമ്മളൊരു എമൗണ്ട് നമുക്ക് കടക്കാരന് അല്ലെങ്കിൽ നമ്മൾ ആരുടെ നിന്നാണോ സാധനം വാങ്ങുന്നത് അവർക്ക് ഒരു GST എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അവരിതെങ്ങനെയാണ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത് എന്നുള്ളതും നമ്മളിന്ന് പരിശോധിക്കുന്നു. ആദ്യമായി നമുക്ക് എന്താണ് GSTയുടെ ഇൻപുട്ട് ക്രെഡിറ്റ് എന്ന് നമുക്ക് നോക്കാം. GSTയുടെ ഇൻപുട്ട് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനമോ ഒരു സേവനമോ നമ്മൾ സ്വീകരിക്കുന്നു. ആ സാധനമോ സേവനമോ നമ്മൾ വീണ്ടും ഒരു ഫർദർ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ആ സാധനമോ സേവനമോ വാങ്ങിയപ്പോൾ കൊടുത്ത ടാക്സ് എത്രയാണോ അത് നമുക്ക് ഇൻപുട്ട് ക്രെഡിറ്റ് ആയിട്ട് ലഭിക്കും. അത് നമ്മുടെ GSTയുടെ പോർട്ടലിൽ നമ്മുടെ ഇൻപുട്ട് ക്രെഡിറ്റ് ആയി വന്ന് കിടക്കും. നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് അടയ്ക്കാനായിട്ട് ലയബിലിറ്റി വരുന്ന സമയത്ത് നമുക്കത് എത്രയാണോ നമ്മൾ അടയ്ക്കാനുള്ള പൈസ അതിൽ നിന്ന് ഇൻപുട്ട് ക്രെഡിറ്റ് കുറച്ചിട്ട് ബാക്കി മാത്രം അടച്ചാൽ മതി. ഇനി അതല്ല, നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി അടയ്ക്കാനില്ലെങ്കിൽ ഈ ഇൻപുട്ടായിട്ട് അടച്ച ടാക്സ് നമുക്ക് റീഫണ്ടായിട്ട് ലഭിക്കും. എക്സ്പോർട്ട് പോലൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്കത് റീഫണ്ടായിട്ട് ലഭിക്കും. അപ്പോൾ ഇത് നമുക്കൊരു GST രജിസ്ട്രേഷനുള്ള വ്യക്തിക്ക് മാത്രമേ ഈ ഇൻപുട്ട് ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് സിമ്പിളായിട്ട് നമുക്കൊരു കണക്ക് നോക്കിയാൽ, ഒരു എക്സാമ്പിൾ നോക്കിയാൽ, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുന്നു, ആ സാധനത്തിന് 10% ടാക്സ് എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ സാധനത്തിൻ്റെ വില 100 രൂപയാണ്. ടാക്സ് കൂടാതെയുള്ള വില 100 രൂപയാണ്. അപ്പം നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസ, അതായത് 100 രൂപ സാധനത്തിൻ്റെ വില പ്ലസ് ഒരു 10% ടാക്സ്, 110 രൂപയായിരിക്കും നമ്മളത് സാധനം വാങ്ങുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇതേ സാധനം നമ്മൾ വിൽക്കുകയാണ്. അപ്പോൾ വിൽക്കുന്ന സമയത്ത് നമ്മളൊരു 10% പ്രോഫിറ്റും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധനത്തിൻ്റെ ടാക്സ് ഇല്ലാത്ത വില 100 രൂപ, നമ്മളൊരു 10% പ്രോഫിറ്റ് ആഡ് ചെയ്തു 110 രൂപ. അതിനുശേഷം 10% ടാക്സും ആഡ് ചെയ്യുന്നു. അത് ഒരു 11 രൂപ, 110 രൂപയുടെ 10%, അതായത് 11 രൂപ വരും. അങ്ങനെ ടോട്ടൽ പ്രോഡക്റ്റിൻ്റെ പൈസ 121 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിയത് ടാക്സും കൂടെ ചേർത്തിട്ട് 110 രൂപയ്ക്കും നമ്മളിപ്പോൾ വിറ്റത് ടാക്സും കൂടെ ചേർത്തിട്ട് 121 രൂപയ്ക്കുമാണ്. അപ്പോൾ ഈ എക്സാമ്പിളിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ കളക്ട് ചെയ്ത ടാക്സ് 11 രൂപയും നമ്മൾ വാങ്ങിയപ്പോൾ അടച്ച ടാക്സ് 10 രൂപയുമാണ്. അപ്പോൾ ഈ 10 രൂപയാണ് നമ്മൾ വാങ്ങിയപ്പോൾ അടച്ച ടാക്സിനെ ആണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത നമ്മൾ സാധനം വിറ്റപ്പോൾ നമ്മൾ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്ത 11 രൂപയിൽ 10 രൂപ നമ്മൾ ഓൾറെഡി അടച്ചിട്ടുള്ളത് കൊണ്ട് ആ 10 രൂപ ഇൻപുട്ട് ക്രെഡിറ്റ് ആയിട്ട് കുറച്ചിട്ട് ബാക്കി 1 രൂപ മാത്രം നമ്മൾ ഒരു GST രജിസ്ട്രേഷനുള്ള ആൾ ഒരു മാസം GST ആയിട്ട് അടച്ചാൽ മതി. നമ്മുടെ ഇൻപുട്ട് ക്രെഡിറ്റ് എത്രയാണോ ആ ഇൻപുട്ട് ക്രെഡിറ്റ് കുറച്ചിട്ട് മാത്രം നമുക്ക് GST അടച്ചാൽ മതി. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഓരോ സാധനങ്ങളും GST രജിസ്ട്രേഷനുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വാങ്ങിക്കുന്ന ഓരോ സാധനങ്ങളും നമ്മൾ GST രജിസ്റ്റേർഡ് ആണെങ്കിൽ ആ GST നമ്പർ കൊടുത്ത് തന്നെ നമ്മളത് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇൻപുട്ട് ക്രെഡിറ്റിൻ്റെ അവൈലബിലിറ്റി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഇൻപുട്ട് ക്രെഡിറ്റ് അവൈൽ ചെയ്യുന്നതിനുള്ള കണ്ടീഷൻസ്, അതായത് നമ്മൾ ആ സാധനമോ സേവനമോ സ്വീകരിച്ചിരിക്കണം, അതിൻ്റെ പൈസ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചിരിക്കണം. നമ്മൾ ആ പാർട്ടിക്ക് കൊടുത്താൽ മതി, ആ പാർട്ടി അത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കും. നമ്മൾ ആരുടെ നിന്നാണോ സാധനവും സേവനവും വാങ്ങിയത് അവർക്ക് കൊടുക്കുമ്പോൾ അവർ ഗവൺമെൻറ്റിലേക്ക് അടച്ചിരിക്കണം. അത് നമ്മുടെ GSTR 2A എന്ന് പറയുക അല്ലെങ്കിൽ 2B ഈ റിട്ടേണിൽ അത് റിഫ്ലക്റ്റഡ് ആയിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ആ GST ഇൻപുട്ട് ക്രെഡിറ്റ് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ GST ഇൻപുട്ട് ക്രെഡിറ്റ് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് പലർക്കും നഷ്ടമായി പോകാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ മാസവും GST രജിസ്ട്രേഷനുള്ള എല്ലാ ബിസിനസ്സുകാരും എല്ലാ മാസവും നമ്മൾ വാങ്ങിക്കുന്ന ബില്ലുകൾ സൂക്ഷിച്ച് വെച്ചിട്ട് അതാത് മാസത്തെ GSTR 2B എന്നല്ലെങ്കിൽ 2A റിട്ടേൺസ് ചെക്ക് ചെയ്ത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ സാധനത്തിൻ്റെയും സേവനത്തിൻ്റെയും GSTയുടെ ബില്ല് ആ സപ്ലയർ അല്ലെങ്കിൽ ആരാണോ ആ തന്ന ആൾ അവർ കൃത്യമായി ഫയൽ ചെയ്തിട്ടുണ്ടെന്നും നമ്മളുടെ ലെഡ്ജറിൽ അത് കൃത്യമായി റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും എൻഷുർ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ എന്തെങ്കിലും നമ്മൾ ആ ടാക്സ് അസസ്മെൻറ്റ് വരുന്ന സമയത്ത് എത്ര രൂപയാണോ ആ ക്രെഡിറ്റ് റിഫ്ലക്റ്റ് ചെയ്യാത്തത് ആ എമൗണ്ട് നമ്മളുടെ കയ്യിൽ നിന്നും നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ മാസവും റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇൻപുട്ട് ക്രെഡിറ്റ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ.
ഇനി ഇത് എല്ലാ ഇൻപുട്ട് ക്രെഡിറ്റുകളും നമുക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ എല്ലാ ഇൻപുട്ട് ക്രെഡിറ്റും നമുക്ക് ലഭിക്കുകയില്ല. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ചിലത് ബ്ലോക്ക്ഡ് ക്രെഡിറ്റുകളാണ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു വാഹനം വാങ്ങുന്നു, മോട്ടോർ കാർ അല്ലെങ്കിൽ അത് ഒരു ബൈക്ക് വാങ്ങുന്നു, അങ്ങനെയുള്ള വെഹിക്കിൾസ് വാങ്ങുന്ന സമയത്തുള്ള ഇൻപുട്ട് ക്രെഡിറ്റ് ഒരു ടാക്സി ബിസിനസ് ചെയ്യുന്ന ആൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ആ ഇൻപുട്ട് ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഉള്ള രജിസ്റ്റേർഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും വാഹനത്തിൻ്റെ ഇൻപുട്ട് ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. ഇനി നമ്മളൊരു ബിൽഡിംഗ് കെട്ടുവാണ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടാക്കുന്നു. ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് കിട്ടുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഞാൻ ബിൽഡിംഗ് വച്ചിട്ടാണ് ആ ഷോപ്പിലാണ് ഞാൻ ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് കിട്ടുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും അതും ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണ്. നിങ്ങൾക്ക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻപുട്ട് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് ഇൻപുട്ട് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അത് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണ്. അതും നമുക്ക് റിവേഴ്സ് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. ഇനി ഇതുകൂടാതെ നമ്മൾ പേഴ്സണൽ ഉപയോഗത്തിനായിട്ട് എന്തെങ്കിലും ഒരു സാധനമോ സേവനമോ സ്വീകരിക്കുകയാണെങ്കിൽ അതിനകത്ത് കിട്ടുന്ന GSTയുടെ ഇൻപുട്ട് ക്രെഡിറ്റും നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല. അതും നമുക്ക് ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റാണ്. പിന്നെ കോമ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ടാക്സ്, കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്തേക്കുന്ന ടാക്സ് സപ്ലയറിൻ്റെ നിന്നാണ് നമ്മൾ സാധനം വാങ്ങുന്നതെങ്കിൽ അവിടെയും നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ അവൈലബിലിറ്റി ഇല്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സാധനമോ സേവനമോ സ്വീകരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ക്രെഡിറ്റ്, അതായത് ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് എടുക്കരുത്, അത് റിവേഴ്സ് ചെയ്യണം. കാരണം അത് എടുത്തിട്ട് നിങ്ങൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു അസസ്മെൻറ്റ് വരുന്ന സമയത്ത് അത് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ടാക്സും അതുപോലെ തന്നെ പെനാൽറ്റിയും പിന്നെ അത്രയും നാളത്തെ ഇൻട്രസ്റ്റും നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മളെ ഓരോ മാസത്തെയും ക്രെഡിറ്റ് എടുക്കുന്ന സമയത്ത് എലിജിബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് മാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. താങ്ക് യു.